കുഞ്ഞമത്തി ഉണ്ട് കൊണ്ടുവന്നിട്ട് അത് നല്ല പുളിയും മുളകും ഇട്ടിട്ട് വെക്കൊണ്ട് കുറച്ച് മറ്റേ ബീരിയൊക്കെ ഉണ്ടാക്കൊണ്ടു. ഞമ്മള് വിചാരിച്ച് പിന്നെ വേറെ ആരോ ആണെന്ന്. ഇപ്പൊ ഒരു പെണ്ണുങ്ങൾ വന്ന് അടിച്ചിട്ട് പോയി വേസ്റ്റ് എടുക്കട്ടെ ഉണ്ടോ ചോദിച്ചങ്ങാഞ്ഞ് എന്തേലും ഉണ്ടോ ചോദിച്ചങ്ങാഞ്ഞ് വന്ന് പോയി. അപ്പോഴാണ് പിന്നെ നിങ്ങളാണ് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ആ ബലാലിന്റെ ബൈക്ക് അറിയാൻ വേണ്ടി പോവായിരുന്നു. പിന്നെ കാത്തുക്കണ്ടെങ്കിൽ ഞാൻ മീൻ കൊണ്ടുവരാൻ പോയതാണെന്നല്ല നമുക്ക് അറിയില്ല. ഇവിടെ എന്താ അങ്ങനെ നിങ്ങളോട് ആരാ? ഈ ബ്രിഡ്ജിൽ എമ്പാട് മീനുണ്ട്. ആ ബ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കി. നിങ്ങള് ഇന്നലെ കൊണ്ടുവന്ന മീൻ അങ്ങനെ കിടക്കണ്. അനക്ക് വലിയ മീനൊന്നും പറ്റൂല്ലോ, ചെറിയ കുഞ്ഞി മീനല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി പോയതാ, തെരഞ്ഞു പോയി. എന്തപ്പ നമ്മള് ചെയ്യാ? നമ്മളാണെങ്കി ഇപ്പൊ എന്തൊക്കെ കൂട്ടാൻ ഇവിടെ വെച്ചിരിക്കും. നിങ്ങൾക്ക് രസം വേണോന്ന് പറഞ്ഞ രസം വെച്ച്, പിന്നെ മീൻ വേണോ പൊരിച്ചണോന്ന് പറഞ്ഞ് മീൻ പൊരിച്ചാ വലിയ മീൻ നെയ്മീനാ തോന്നുന്നുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന്. അത് നമ്മള് പൊരിച്ച് വെച്ചിക്കണ്. ഇനിയിപ്പൊ നിങ്ങൾ എന്താണ് പഠിച്ചോനെ ഇനി ഇതും കൊണ്ട് നമ്മള് ചെയ്യണ്ടെന്ന് പറഞ്ഞാണി. വലിയ മീനൊന്നും തിന്നൂല പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങള് വലിയ മീൻ തിന്നൂലെ, ചെങ്ങക്ക് തിന്നൂടെ? അല്ല, എനിക്ക് തിന്നാന്ന് പറഞ്ഞാൽ എനിക്ക് മീനൊക്കെ ഇപ്പൊ മടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അതാണ് ഞാൻ അനക്ക് വേണ്ടിട്ട് മാത്രമായിട്ട്. അല്ലെങ്കിൽ കൈ എപ്പത്തെ മീനിലൊക്കെ ബെസാണ്, ബെസോ. അതൊരു ജാതി ചൊബ. ഞമ്മളത് തിന്നുമ്പോഴത്തേക്ക് ഞമ്മളെ വായന്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു തരിപ്പ് ഇങ്ങോട്ട് വരിക. ഏതായാലും കുഞ്ഞമ്മത്തി ഉടനെ നമ്മളവിടെ വെക്കാൻ പോവണേ. ഇനി ഞമ്മക്ക് ഇപ്പൊ ഒന്നും വെക്കാൻ പറ്റൂല. ആയിക്കോട്ടെ, നീ അതൊക്കെ പണിയൊക്കെ എടുത്തോ. ഞാൻ ഇവിടെ കുത്തിരിക്കട്ടെ. കുറച്ച് ന്യൂസൊക്കെ കണ്ടിട്ട് ഇപ്പൊ എല്ലാ ന്യൂസുകൾ ഉണ്ടല്ലോ. ശരിയാ പഠിച്ചോനെ. ഒരു അജിത് കുമാറിനെതിരെയുള്ള കേസ്, പിന്നെ അൻവർ എങ്ങനെ നടക്കണു, അൻവർ ഇപ്പൊ അവിടെ ഹോസ്റ്റലിൽ കിടന്നിറങ്ങാന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. പഠിച്ച തമ്പുരാനെ, ഞമ്മക്ക് അതല്ല. നമ്മള് പൈസ ഒരൊറ്റ പെണ്ണുങ്ങള് താമസിക്കുന്ന ഒരു വീട്ടില് മറ്റേ സ്നേഹം നടിച്ചങ്ങാഞ്ഞ് നടന്ന ഒരു പെണ്ണ് വന്നങ്ങാഞ്ഞ് കൊന്ന് കുഴിച്ചിട്ട് മൂടിയത്. ഇനി ഞമ്മക്ക് പേടിയാ. നമ്മളൊറ്റയ്ക്ക് നമ്മളാക്കല്ലിട്ടോ. നിങ്ങൾ എന്തായാലും കൈ നമ്മക്ക് പേടിയാ. ഇതിന്റെ ഒക്കെ കാരണം പൈസയാണ്. ഈ പൈസ കടം കൊടുക്കലും പൈസ പലിശക്ക് കൊടുക്കലും ഒക്കെ ഉണ്ടായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതൊന്നും ആവർത്തിക്കാതെ ഇരിക്കുകയാണ് നല്ലത്. ഞമ്മക്കത് കാണാൻ. ഞങ്ങള് പോയി TV കണ്ടോളി. നമ്മൾ ഈ മീനിന്റെ മേലെ കെട്ടി മറിച്ചട്ടെ. ആയിക്കോട്ടെ.